സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഫ്രാൻസിസ് കൂരോത്ത്. നമ്മുടെ കോട്ടയത്തിന്റെ സ്വന്തമായ ചില്ല എന്ന യൂട്യൂബ് ചാനലിലൂടെ കോട്ടയത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനും പങ്കുവയ്ക്കുകയാണ്. നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. നമ്മൾ ഹോങ്കോങ്ങിലും ഗൾഫിലും സിംഗപ്പൂരിലും യൂറോപ്പിലുമൊക്കെ മനോഹരമായ റോഡുകൾ പടത്തിലെങ്കിലും കണ്ടിട്ടുണ്ട്. അതിന്റെ ഇരുവശങ്ങളിലും മനോഹരമായ പൂച്ചെടികളുമൊക്കെ വെച്ച് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കപ്പെടുന്ന റോഡുകൾ. നമുക്ക് തോന്നിയിട്ടുണ്ട് ഇതൊക്കെ ഏതെങ്കിലും കാലത്ത് നമ്മുടെ നാട്ടിൽ വരുമോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു വരുന്നത് അതിനെക്കുറിച്ചാണ്. നിങ്ങളും ഞാനും ഒക്കെ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ഈ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലും അല്ലെങ്കിൽ റബ്ബർ തോട്ടങ്ങളിലുമൊക്കെ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളെ. സർക്കാരിന്റെ തൊഴിൽ ഉറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്ന അവർ നമ്മുടെയൊക്കെ നികുതിപ്പണം കൊണ്ടാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ്. കാരണം ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും അത് ഓരോ കുടുംബത്തിനും ഒരു താങ്ങാകുകയാണ്. അത് ആ കുടുംബത്തിന് വളരെ ആശ്വാസമാണ്. അത് നമ്മൾ തുടരുക തന്നെ വേണം. ഞാൻ പറഞ്ഞു വരുന്നത്, അവരെ നമ്മൾ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൊന്നും ജോലിക്ക് വിടാതെ നമ്മുടെ നഗരങ്ങളിലേക്ക് അയച്ചാൽ ആ നഗരത്തിലെ വീഥികളും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കാൻ ഇവരെ ഏൽപ്പിച്ചാൽ എന്താണ് പ്രശ്നം? അതുപോലെ അതിന്റെ ഇരുവശങ്ങളിൽ സ്ഥലമുള്ളിടത്തൊക്കെ പൂച്ചെടികളൊക്കെ വെച്ച് പരിപാലിച്ച് ഇവരതിന്റെ വെള്ളമൊക്കെ ഒഴിച്ചോളും. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര മനോഹരമായിരിക്കും നമ്മുടെ നഗരങ്ങളും. നമുക്ക് വേറെ പ്രത്യേകിച്ച് അതിന് മുടക്കുകളൊന്നും വരുന്നില്ല. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ ഒന്നും നഗരങ്ങളിൽ പൊതു ശൗചാലയങ്ങളില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും മറ്റും വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. നമ്മുടെ കോട്ടയത്തിന്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ടതാണ്. കുറച്ച് സ്ഥലങ്ങളിൽ നല്ല ശൗചാലയങ്ങൾ പണിതിട്ട് അതിന്റെ ചുമതലയും ഇവരെ ഏൽപ്പിക്കാൻ വരെ. അപ്പം അതും വളരെ വൃത്തിയായിട്ട് പോകാൻ പറ്റും. നമ്മുടെ കോട്ടയത്തിന് പല പ്രശ്നങ്ങളും പരിഹരിക്കുകയാണ്. നമുക്കിതിനൊരു അഡീഷണൽ ആയിട്ടൊരു എമൗണ്ട് കണ്ടെത്തേണ്ട കാര്യം വരുന്നുമില്ല. ഇങ്ങനെ ചെറിയ 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 കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ നഗരവും മനോഹരമാകില്ലേ? ഞാൻ ഇന്നത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം, ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള റോഡിൻ്റെ ഇരുവശങ്ങളും വൃത്തിയാക്കുന്ന മുനിസിപ്പാലിറ്റിയിലെ കുറച്ച് സഹോദരങ്ങളെ കണ്ടു. ഞാൻ ഇറങ്ങി ചെന്നപ്പോൾ അതിലൊരാൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അദ്ദേഹവുമായിട്ട് അത്യാവശ്യം കുശലാന്വേഷണമൊക്കെ പറഞ്ഞ് ഞാൻ കോട്ടയത്തിന് പോകുന്നു. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചതും. അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയുമാണ് ജോലി ചെയ്യുന്നത്. കാരണം തൻ്റെ നഗരത്തെ ഭംഗിയായിട്ട് സൂക്ഷിക്കാനാണല്ലോ എന്നുള്ളതിൽ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലെ വനിതകൾക്കും അവരുടെ സ്വന്തം നഗരത്തെ മനോഹരമായി സൂക്ഷിക്കുമ്പോൾ അവർക്കും ഉണ്ടാകാം തീർച്ചയായിട്ടും ഒരു അഭിമാനവും സന്തോഷവുമൊക്കെ. എൻ്റെ അഭിപ്രായത്തോട് എല്ലാവരും യോജിക്കുമെന്ന് ഞാൻ കരുതുന്നു. താല്പര്യമുള്ളവർ ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയൊക്കെ വേണം. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ നഗരത്തിന്റെ ഉന്നമനത്തിനായിട്ട് മുന്നോട്ട് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. മുമ്പോട്ട് നമ്മൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.